Hi dear friends, welcome back to Malu's Cafe. ഞാൻ ധന്യ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കാലിക്കറ്റ് സൈഡിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ചട്ടി പത്തിരി എന്ന വിഭവമായിട്ടാണ്. മല്ലൂസ് കഫേയിലൂടെ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ നോമ്പ് കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു വെറൈറ്റി ഡിഷാണ് ഇത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. അതിനുശേഷം ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എള്ളാണ്. എള്ള് ഞാൻ ഒരു ടീസ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു 6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഷുഗറാണ്. ഷുഗർ ഞാനൊരു 5-6 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിസ്മിസ്, പിന്നെ ഒരു 7 മുട്ട, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ. അരമുറി തേങ്ങ ഞാൻ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1/4 പാലായിട്ട് അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഈ തേങ്ങാപ്പാൽ. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് എങ്ങനെയാണ് കുഴയ്ക്കുന്നതെന്ന് നോക്കാം. ഞാനപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. 1 കപ്പ് മൈദ നമ്മളിപ്പോൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് കൊണ്ട് നമുക്ക് ആക്ച്വലി ഒരു 8 പൂരിയുടെ സൈസിലുള്ള ബോൾസ് നമുക്ക് വേണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, നമ്മുടെ ആ മൈദയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകം ആവുന്ന വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാവുന്ന വരെ നന്നായിട്ട് കുഴച്ച് ഒരു ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുന്ന ഒരു പാകത്തിനായി കഴിയുമ്പോൾ ഒരു മൂടി വെച്ച് അടച്ച് 10 മിനിറ്റ് വെക്കണം. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയുണ്ടല്ലോ, ഒരു 6 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, അതിനെ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം നമുക്കിനി ഇതിനെ ഒരു ഡീപ്പ് ഫ്രൈ, ഒരു ബ്രൗൺ കളറിലൊരു ആവുന്ന ഒരു പാകത്തിന് വരെ, നന്നായിട്ടൊരു ഫ്രൈ ആവുന്ന ഒരു പാകത്തിന് വരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പാകം കണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയ ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 50 ഗ്രാം കാഷ്യൂ നട്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ കാഷ്യൂ നട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കാഷ്യൂ നട്ടൊക്കെ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് കൊമ്പളിച്ചൊന്ന് വലുതായിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നോക്കൂ, നമ്മുടെ കാഷ്യൂ നട്ടും കിസ്മിസും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. 10 മിനിറ്റാണ് ഞാനിവിടെ കുഴച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇനി ഇതിനെ ഒരു 8 ബോൾസ് ആയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഡോ ഞാനിപ്പോൾ 8 പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം. ഈ 8 പീസസ് എന്ന് പറയുന്നത് ഞാൻ 8 ലെയർ ചട്ടിപ്പത്തിരിക്ക് വരാൻ വേണ്ടിയിട്ടാണ് 8 പീസസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, മുസ്ലിംസ് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ചട്ടിപ്പത്തിരിയാണ്. നമുക്ക് ചട്ടിപ്പത്തിരി പല തരത്തിലുണ്ടാക്കാൻ പറ്റും. നോൺ വെജ് വെച്ചിട്ട് ബീഫ്, ചിക്കൻ, പ്രോൺസ്, പിന്നെ അതുപോലെ തന്നെ സ്പൈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല തരത്തിലുണ്ടാക്കാൻ പറ്റും ചട്ടിപ്പത്തിരി. നമുക്ക് ഓരോ എപ്പിസോഡിലായിട്ട് ഞാൻ ഇടയ്ക്ക് ഇത് ഓരോന്നായിട്ട് ചെയ്ത് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മൈദമാവ് നമുക്ക് ഫ്ലോറിൽ ഇട്ട് കൊടുത്ത ശേഷം ഓരോ പൂരിയായിട്ട് പൂരിയുടെ സൈസിനുള്ള മാവ് എടുത്തിട്ട് നമുക്ക് ഒരു പൂരി പാകത്തിന് ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ 8 പൂരി നമുക്ക് ആദ്യം ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചെറുതായിട്ട് പരത്തി വെച്ചിരിക്കുന്ന പൂരി ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ആദ്യം ഒന്ന് ഓയിൽ തടവി കൊടുക്കാം. ഞാനിപ്പോൾ 4 പൂരി വെച്ചിട്ടാണ് ചേർത്ത് വെച്ച് പരത്താൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരെണ്ണത്തിൽ എണ്ണ പരട്ടി കൊടുത്ത ശേഷം മൈദപ്പൊടി വിതറി കൊടുക്കുക. അതിൻ്റെ മീതെയായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ളതിനകത്ത് നിന്ന് ഒരു പൂരി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഒരു പൂരി മുകളിൽ വെച്ച് കൊടുത്ത ശേഷം വീണ്ടും പഴയ പോലെ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കുന്നു. എണ്ണ പുരട്ടി കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ 4 പൂരിയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇപ്പം 4 പൂരി വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ശേഷം രണ്ടാമത് ബാക്കിയിരിക്കുന്ന 8 പൂരിയിൽ ബാക്കിയിരിക്കുന്ന 4 പൂരിയും ഇതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പരത്തിയെടുക്കണം.
നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ പരത്തി പൂരി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പൂരി 4 സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് ഇതുപോലെ നമ്മൾ ഇനി പരത്തി ഒന്ന് വലുതാക്കിയെടുക്കണം. ഈ 4 തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ ഓയിലും മൈദപ്പൊടിയും ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ഈ ഒരു പാകത്തിൽ നന്നായിട്ട് ഇതിനെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ അടിത്തട്ട് എത്ര പാകം വലിപ്പമുണ്ടാകുമോ അത്രയും വലിപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കണം. എനിക്കിത്രയും മതിയാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ പരത്തി വെച്ചിരിക്കുന്ന 4 ഒരുമിച്ച് പരത്തി വെച്ചല്ലോ, അതിനെ നമ്മൾ ഒരു പാനിലേക്ക് പാനൊന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ തവ യൂസ് ചെയ്യുമ്പോൾ തവ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്തൊരു ലെയർ ഇങ്ങനെ പൊന്തി വരുന്ന പോലെ കാണാൻ പറ്റും. ഇത് അമിതമായിട്ട് ചൂടാവാൻ പാടില്ല, ബിക്കോസ് ഒരുപാട് ചൂടായിപ്പോയി കഴിഞ്ഞാൽ അത് പൊള്ളി പോവും. അത് നമ്മൾ ചപ്പാത്തി ചുട്ട പോലെ അങ്ങനെ ആയി പോകരുത്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെയേഴ്സൊക്കെ ഒന്ന് വിട്ട് വരുന്നൊരു പാകത്തിനാവും. അപ്പോൾ ആ ഒരു ഭാഗം ആകുന്ന വരെ നമ്മളൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഈ ഒരു പാകത്തിനാകുന്ന വരെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടതിനകത്ത് ലെയേഴ്സൊക്കെ ഇങ്ങനെ ഊരി വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും മതിയാവും. ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ ലെയേഴ്സായിട്ട് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ തന്നെ അതിൻ്റെ പരത്തിയതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. കണ്ടോ, വളരെ നൈസായിട്ട്, ഇത്രയും നൈസായിട്ട് നമുക്ക് നമ്മൾ നോർമലി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാക്കി 4 പൂരി നമ്മൾ പരത്തി വെച്ചിരിക്കുന്നതും കൂടി നമുക്കിതുപോലെ ലേയേഴ്സ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യിൽ മുരിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, കിസ്മിസ്, ചെറിയുള്ളി ഇതിൻ്റെ ഒപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 7 മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുവാണ്. അപ്പം ഒരു കാര്യം കൂടി ഉണ്ട്, ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കും. ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 7 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ ആദ്യമായിട്ട്. അപ്പോൾ നമ്മൾ 7 മുട്ടയ്ക്കകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ അളവിലുള്ള എള്ള് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എള്ളൊരു സ്പൈസസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്യാം. മധുരം കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പഞ്ചസാര കുറച്ച് അധികമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഈ 6 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അവസാനമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഷുഗറിനെ ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടിനെ ഞാനൊന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സിമ്മിലാക്കിയിട്ട് നമുക്കൊരു 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിനെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കണം. ഓവറായിട്ട് ചൂടാവരുത്. ഓവറായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ മുട്ട പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് മുട്ട കുക്കായി കഴിയുമ്പോൾ പിരിവിരാന്നാവുമല്ലോ, ആ ഒരു പാകത്തിലേക്ക് ആകരുത്. നമുക്ക് ലിക്വിഡായിട്ട് തന്നെയാണ് വേണ്ടത്. പലതരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പലതരത്തിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം. ഒരു ടൈപ്പിലുണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ തന്നെ മുട്ട ചിക്കി എടുത്തിട്ടും പിന്നെ ഇതുപോലെ തന്നെ മുട്ട ലായനി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് വേറെ തരത്തിലുണ്ടാക്കുന്ന ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നതിനകത്ത് നമുക്കതിനെ മുട്ട പിരിഞ്ഞ് പോകാതെ എടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ടുന്ന ലിക്വിഡ് നമ്മൾ ആ ഫില്ലിങ് നമ്മൾ ഒരു 3-4 മിനിറ്റ്സ് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിരിഞ്ഞ് പോകാതെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം മതിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ നന്നായിട്ട് നെയ്യ് ഒന്ന് തടവി കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ എല്ലാ പോർഷനിലും ഒന്ന് നന്നായിട്ട് എത്രയും പൊക്കത്തിൽ നമ്മൾ ചട്ടിപ്പത്തിരി വരുമോ അത്രയും ഭാഗത്തിന് നന്നായിട്ട് നമ്മൾ നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലെയേഴ്സ് വെച്ച് കഴിയുമ്പം അതിൽ നിന്ന് നമുക്കൊന്ന് വേഗം തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ചട്ടിപ്പത്തിരി സെറ്റാക്കി കഴിയുമ്പം വേഗം തന്നെ അതിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ലെയർ വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ ആദ്യത്തെ ലെയർ ഞാനിപ്പോൾ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ലായനി ഉണ്ടല്ലോ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലിക്വിഡ് ഫോം, അതിനെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 തവി അളവിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി നമ്മൾ മുകളിലേക്ക് വരുന്തോറും ക്വാണ്ടിറ്റി കൂട്ടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ലെയർ ഞാൻ വെച്ച് കൊടുക്കുവാണ്. രണ്ടാമത്തെ ലെയർ നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ വെച്ച ശേഷം നന്നായിട്ടൊന്ന് ഈ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. എന്തായാലും അതിനകത്ത് എയർ ബബിൾസ് വരും. ഇത് കുക്കായി കഴിയുമ്പോൾ എയർ ബബിൾസ് വരും. ഇനി വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ടയുടെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും അടുത്ത ലെയർ വെക്കുന്നു. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 8 ലെയർ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 8 ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലാസ്റ്റ് ഉണ്ടായിരുന്നതും ഞാൻ ഏറ്റവും മുകളിലായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എഗ്ഗിൻ്റെ ആ ഒരു ലിക്വിഡ്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കുക, സിമ്മിലാക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ് മൂടി കൊണ്ട് നമുക്കതിനെ അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്മിൽ വെച്ച് നമ്മളതിനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു തവയോ ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ പഴയ ഇരുമ്പിൻ്റെ നമ്മുടെ കയ്യിൽ ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരെണ്ണം അതിൻ്റെ അടിയിൽ വെച്ചിട്ട് തീയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പാത്രത്തിനെ എടുത്ത് വയ്ക്കുക. ഇനി നമുക്കൊരു 30 to 35 മിനിറ്റ്സ് നമ്മളിതിനെ കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 30-35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് തുറന്നു നോക്കി. അപ്പോൾ നമുക്കൊരു കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ മാവ് അതിൽ പറ്റി പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ വെന്തു എന്നാണ്. അപ്പോൾ നമ്മളുടെ ചട്ടിപ്പത്തിരി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനായിട്ട് ഇതിനൊന്ന് കമഴ്ത്തിയെടുക്കണം. ചൂടോടെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ അതിനെ ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കമഴ്ത്തി എടുക്കണം. അപ്പോൾ ഞാൻ അടപ്പിലേക്ക് തന്നെയാണ് ജസ്റ്റ് അതിനെ കമഴ്ത്തി എടുത്തിട്ടുള്ളത്. കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ചട്ടിപ്പത്തിരി. ഇനി നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന അടിയിൽ വെച്ചിരുന്ന പാൻ ഉണ്ടല്ലോ, അത് മാറ്റിയ ശേഷം നമ്മളുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് ഇതിനെ മാറ്റണം. ഇനി നമ്മൾ ആദ്യം ചെയ്തില്ലേ അതുപോലെ തന്നെ ഈ പാത്രത്തിൽ നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം എല്ലാ പോർഷനിലും. അത് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ചട്ടിപ്പത്തിരി ഒന്ന് വേഗം ഒന്ന് മൊരിയാനും അതുപോലെ തന്നെ ഒന്ന് പെട്ടെന്ന് ഇളകി വരാനും പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയ ചട്ടിപ്പത്തിരിനെ കമഴ്ത്തിയിടണം. അപ്പോൾ നമുക്കിതിനെ ഒരു ദോശ പാനിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ചട്ടിപ്പത്തിരി അപ്പോൾ ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 to 3 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ ഒന്ന് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനെ ഒരു സെർവിങ് ഡിഷിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, തണുത്ത ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ലെയറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടിപ്പത്തിരി എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.